പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലോ? ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ റിഗാർഡിംഗ് ഹാലോഫൈൽസ്? അതായത് ഏതാണ് ശരിയല്ലാത്തത്? അതായത് ചിലപ്പോൾ ഇവിടെ ഒരെണ്ണമായിരിക്കും ശരിയല്ലാത്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതലായിരിക്കും. അത് ആദ്യം വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണോ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണോ എന്നൊക്കെ നോക്കണം. അതായത് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എടുത്ത് എഴുതേണ്ടത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ എപ്പോഴും നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള ഒരു കൂടുതൽ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ചിലപ്പോൾ എടുത്ത് എഴുതി വരുമ്പോൾ നിങ്ങൾ ശരിയുത്തരം എഴുതി വെക്കും. എപ്പോഴും നമ്മൾ പഠിക്കുന്ന ആ ഒരു രീതിയിൽ ശ്രദ്ധിക്കണം എപ്പോഴും കേട്ടോ. നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആൻസേഴ്സ് ആണോ എഴുതേണ്ടതെന്ന്. ഇവിടെ എന്താണ്? നോട്ട് ട്രൂ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. എന്താണ്? ഹാലോഫൈൽസ് ഗ്രോ ഒപ്റ്റിമലി ഇൻ ദ പ്രസൻസ് ഓഫ് NaCl ഓർ അതർ സോൾട്ട് അറ്റ് എ കോൺസെൻട്രേഷൻ ഓഫ് എബോവ് 0.2 മോളാർ. അത് ശരിയാണോ? പറഞ്ഞേ. ഹാലോഫൈൽസ് ഏത് കണ്ടീഷനിലാണ് ഗ്രോ ചെയ്യുന്നത്? നമുക്ക് പറയാം, ഹാലോഫൈൽസിന് മിനിമം ഒരു 0.2 മോളാർ എങ്കിലും വേണം. കാരണം എന്താ? അവര് സോൾട്ട് ലവിങ് ആണ് അല്ലെ? ഹാലോഫൈൽസ് എന്ന് പറയുമ്പോൾ സോൾട്ട് ലവിങ് ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് മിനിമം ഒരു ഒപ്റ്റിമൽ ഗ്രോത്തിന് അവർക്ക് 0.2 മോളാർ മിനിമം വേണം. ഇനി അവരുടെ ഐഡിയൽ കുറച്ച് എക്സ്ട്രീം ഹാലോഫൈൽസ് ആയിട്ടുള്ളവർക്ക് എത്ര വേണം? 3 to 6.2 മോളാർ NaCl എങ്കിലും വേണം വളരാനായിട്ടുള്ള കണ്ടീഷനിൽ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ളതാണ് അല്ലെ? ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ടത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹാലോഫിലിക് പ്രോക്യാരിയോട്സ് അക്യുമുലേറ്റ് എനോർമസ് ക്വാണ്ടിറ്റീസ് ഓഫ് പൊട്ടാസ്യം ഇൻ ഓർഡർ ടു റിമെയിൻ ഹൈപ്പർടോണിക് ടു ദെയർ എൻവയോൺമെന്റ്. നമുക്ക് ഇത് നമ്മുടെ പ്രോക്യാരിയോട്ട് ആണെങ്കിൽ നമുക്ക് പറയാം, ഇവർ ഏത് എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത്? ഇവർക്ക് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം ആയിരിക്കും ഇവർ ജീവിക്കുന്ന എൻവയോൺമെന്റിൽ. അതായത് പുറത്തുള്ള എൻവയോൺമെന്റ് എങ്ങനെയാണ്? ഹൈപ്പർടോണിക് ആണ് അല്ലെ? അതായത് വെൻ കമ്പയർഡ് ടു പ്രോക്യാരിയോട്ടിക് സെൽ ഔട്ട്സൈഡ് എന്താണ്? ഹൈപ്പർടോണിക് ആണ്. അപ്പൊ ഹൈപ്പർടോണിക് ആവുമ്പോൾ നോർമലി എന്താ അവിടെ സംഭവിക്കാനുള്ള ഒരു ചാൻസ്? ഇതിന്റെ ഉള്ളില് അല്ലെ, നമ്മുടെ പ്രോക്യാരിയോട്ടിക് സെല്ലിനുള്ളിലുള്ള എല്ലാം പുറത്തോട്ട് പോകും അല്ലെ? അങ്ങനെ പ്രോക്യാരിയോട്ടിക് അവിടെ അങ്ങനെ ഇവരിവിടെ ചത്തുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇവരുടെ സെല്ലിന്റെ ഉള്ളിൽ എന്ത് അക്യൂമുലേറ്റ് ചെയ്യണം? പൊട്ടാസ്യം അക്യൂമുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ പൊട്ടാസ്യം അക്യൂമുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? അപ്പുറത്ത് ഹൈപ്പർടോണിക് ആണ് അല്ലെ? സോഡിയം ഉണ്ട്. അപ്പോൾ ഇവിടെയും ഏകദേശം ഒരു ഹൈപ്പർടോണിക് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. എവിടെ? ഇൻസൈഡ് ദ സെൽ. എന്നാൽ മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ആ കണ്ടീഷനിൽ. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞേക്കുന്നത്? ഹാലോഫിലിക് പ്രോക്യാരിയോട്ട് അക്യുമുലേറ്റ് എനോർമസ് ക്വാണ്ടിറ്റീസ് ഓഫ് പൊട്ടാസ്യം ഇൻ ഓർഡർ ടു റിമെയിൻ ഹൈപ്പർടോണിക് ടു ദെയർ എൻവയോൺമെന്റ്. അതും കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഇവരുടെ പ്ലാസ്മ മെംബ്രെയിൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ, പിന്നെ അതുപോലെ തന്നെ സെൽ വോളിനെ പറ്റിയിട്ട് ഹാലോബാക്ടീരിയത്തിന്റെ കേട്ടോ. സ്റ്റെബിലൈസ്ഡ് ബൈ ലോ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം അയോൺ എന്നാണ് പറയുന്നത്. അതായത് പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് സെൽ വോൾ ഓഫ് ഹാലോബാക്ടീരിയം ആർ സ്റ്റെബിലൈസ്ഡ് ബൈ ലോ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം. ശരിയാണോ? അല്ല അല്ലെ? അവര് ഏത് തരം എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത്? അവര് എക്സ്ട്രീം ഹൈപ്പർടോണിക് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത്. സോഡിയം കോൺസെൻട്രേഷൻ ഹൈ ആണ്. അപ്പൊ അവരുടെ സെൽ വോളും പ്ലാസ്മ മെംബ്രെയിനും ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സോഡിയം കോൺസെൻട്രേഷൻ കുറച്ചധികം വേണം അല്ലെ? അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം വേണം. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം വേണം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇവിടെ ലോ എന്നാണ് കൊടുത്തേക്കുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് സെൽ വോൾ ഓഫ് ഹാലോബാക്ടീരിയം ആർ സ്റ്റെബിലൈസ്ഡ് ബൈ ലോ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഇവിടെ ഹൈ ആവണമായിരുന്നു, ഹൈ കോൺസെൻട്രേഷൻ വേണം, എന്നാലേ അവർക്ക്
സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ എന്ത് പറ്റും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. പ്ലാസ്മ മെമ്പറൈനും സെൽ വോളൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് അവർക്ക് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം എവിടെ വേണം, പ്ലാസ്മ മെമ്പറൈൻ ആൻഡ് സെൽ വോൾ, ആരുടെ, ഹാലോ ബാക്ടീരിയത്തിൻ്റെ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. എൻസൈംസ്, റൈബോസോംസ് ആൻഡ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ റിക്വയർ ഹൈ പൊട്ടാസ്യം ഫോർ സ്റ്റെബിലിറ്റി ആൻഡ് ആക്ടിവിറ്റി. അത് ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എന്താണ്, ഇവർ പുറത്ത് സോഡിയം ആണെങ്കിൽ അകത്ത് ഇവർ എന്തോരം അക്യുമുലേറ്റ് ചെയ്യണം, എന്താണ് അക്യുമുലേറ്റ് ചെയ്യേണ്ടത്, പൊട്ടാസ്യം അല്ലെ. പൊട്ടാസ്യം ഇവർ അക്യുമുലേറ്റ് ചെയ്യണം. ഏകദേശം ഒരു 4 to 7 മോളാറൊക്കെ ഇവർ അക്യുമുലേറ്റ് ചെയ്യും പൊട്ടാസ്യം. അപ്പോൾ ഇതും കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ PSC ഇതിന് ആൻസർ കൊടുത്തേച്ചത് ഈ 4th എന്നുള്ളതായിരുന്നു PSC ആൻസർ കൊടുത്തേച്ചത്. ഓക്കെ, ആൻസർ കീയിൽ. പക്ഷെ ശരിക്കുള്ള ആൻസർ അതല്ല. ശരിക്കുള്ള ആൻസർ ഇവർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ശരിക്കുള്ള ആൻസർ എന്ന് പറയേണ്ടത് ഏതാണ്, 3 ആയിരുന്നു കേട്ടോ. ആൻസർ 3 ആണ് വരുന്നത്. പക്ഷെ PSCയുടെ ആൻസർ കീയിൽ അവർ 4 എന്നാണ് കൊടുത്തേച്ചത്. ഈ C എന്നുള്ളതായിരുന്നു. പക്ഷെ അത് പൊട്ടാസ്യം വേണമല്ലോ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ആൻസർ റോങ് ആയിരുന്നു. ആൻസർ ശരിക്കും വരുന്നത് 3 ആയിരുന്നു.